ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. വർക്കൗട്ട് ചെയ്യുന്നത് ഒരു ശീലമായത് കൊണ്ട് തന്നെ രണ്ടാൾക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എന്നാൽ മാധവ് പിറ്റേന്ന് എഴുന്നേറ്റ് ജോഗിങ്ങിനായി പോയി. അത് രാവിലെയാണ് അവൻ എഴുന്നേറ്റ് പോയത്. ആ നേരം അർജുൻ നല്ല ഉറക്കായിരുന്നു. അരമണിക്കൂറത്തെ ജോഗിങ് കഴിഞ്ഞെത്തിയ മാധവ് വന്ന് നിന്നത് ഇരുനില വീടിൻ്റെ ഗേറ്റിന് മുന്നിലായാണ്. ഗേറ്റ് കിടന്ന് മുന്നോട്ട് വന്നവൻ പെട്ടെന്നൊന്ന് നിന്നു. മുന്നിലെ കാഴ്ചയിൽ അവൻ്റെ കണ്ണുകൾ ആ ദിശയിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. മുറ്റമടിക്കുന്ന ചൂലും പിടിച്ച് നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് മുന്നിലെ താറാകൂട്ടത്തിനോട് എന്തോ കാര്യമായി അവളുടെ ഭാഷയിൽ പറയുകയാണ് മയ്യു. ഇടയ്ക്കിടയ്ക്ക് ചുണ്ട് ചുളിക്കുകയും കണ്ണുകൾ കൂർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കക്ഷി. സത്യത്തിൽ അത് കണ്ട് മാധവിന് ചിരിയാണ് വന്നത്. ഇടയ്ക്കെപ്പോഴോ ചിരിച്ചുകൊണ്ട് മുഖമുയർത്തിയ മായ കാണുന്നത് തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്നവനെയാണ്. ഒരു വേള അവനെ കണ്ട് മായ വേഗത്തിൽ നിർത്തിയെന്ന് ചാടി എഴുന്നേറ്റു. മാധവ് അവളുടെ ചമ്മിയ ഭാവം കണ്ട് മെല്ലെ ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു. എന്നാൽ മായ അവനെ കണ്ട് വേഗം തിരിഞ്ഞോടാൻ നിന്നതും മാധവ് എന്തോ തോന്നലിൽ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. മയവിലതൊരു ഞെട്ടലാണ് തീർത്തത്. താനെന്തിനെങ്ങനെ നെർവസായി ഓടുന്നത്? അവിടെ നിൽക്കടോ. അത് പറയുന്നതിനൊപ്പം മാധവ് അവളുടെ കയ്യിൽ നിന്ന് തന്നെ കൈ പിൻവലിച്ചു. ഹായ്, ഐ ആം മാധവ് മഹാൻ. തൻ്റെ പേര് മയോമി എന്നാണല്ലേ? തൻ്റെ അച്ഛൻ പറഞ്ഞേ കേട്ടു. അതിനൽപ്പം മടിയോടെ അവളൊന്ന് തലയാട്ടി. സത്യം പറഞ്ഞാൽ താൻ നിലത്തിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുവാണെന്ന് കരുതിയാ ഞാൻ നോക്കി നിന്നത്. പിന്നെയല്ലേ സംഭവം ക്ലിയറായത്. ചിരിച്ചുകൊണ്ട് ഓരോന്ന് പറയുന്ന മാധവനെ കണ്ട് അവൾക്ക് ചിരിക്കാതിരിക്കാനായില്ല. ഒരു കുഞ്ഞു പുഞ്ചിരി അവളുടെ ചുണ്ടുകളിൽ സ്ഥാനം പിടിച്ചു. തൻ്റെ ചേച്ചിയെ പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ, എന്തേ അവള്? മാധവ് ഉള്ളിലേക്ക് നോക്കി അല്പം ശബ്ദം കുറച്ചാണത് ചോദിച്ചത്. എന്നാൽ അവൻ്റെ ആ ചോദ്യം കേൾക്കെ മയുവിൻ്റെ മുഖം മാറി. അവിടെ വല്ലാത്ത വേദന നിറഞ്ഞു. കൈകൾ കൊണ്ട് അവളുടേതായ രീതിയിൽ അത് പറയുമ്പോൾ ആ കണ്ണുകളും മെല്ലെ നിറഞ്ഞു വന്നു. ഒരു വേള അത് കണ്ട് മാധവിന് വല്ലായ്മ തോന്നി. എടോ, അവനൊരു പാവാണ്. പെട്ടെന്നുള്ള ഈ എടുത്തുചാട്ടവും ദേഷ്യവും അല്ലാതെ ആരോട് ഒരു പകയോ വാശിയോ വെച്ച് പുലർത്തുന്നവനല്ല അർജുൻ. ഞാൻ അവനെ ന്യായീകരിക്കുന്നതല്ല. ദേഷ്യം ആവോളാണ് അവനിൽ. ആ ദേഷ്യം തലയിൽ കയറുമ്പോൾ അവൻ എന്താ പ്രവർത്തിക്കുന്നതെന്നോ എന്താ പറയുന്നതെന്നോ ഒന്നും അവൻ തന്നെ അറിയില്ല. അതൊക്കെ മാറുമ്പോൾ അവൻ തന്നെ വന്ന് കൂട്ടാവും. അതാണ് അർജുൻ്റെ ക്യാരക്ടർ. ഇന്നലത്തെ അവൻ്റെ പ്രവൃത്തി അവൻ കടന്നുപോയി എന്ന് എനിക്കറിയാം. പക്ഷേ എടോ, അതൊക്കെ ഉള്ളിൽ വെക്കരുതെന്ന് തൻ്റെ ചേച്ചിയോടൊന്ന് പറയണം. അതുമാത്രമല്ല, ആ താലിയോട് വല്ല കമ്മിറ്റ്മെൻ്റ് ഒന്നും കാണിക്കേണ്ടെന്ന്. കാരണം വേറൊന്നുമല്ല, അവൻ മാരേജ് ഫിക്സ് ചെയ്തതാണ്. ജസ്റ്റ് എൻഗേജ്മെൻറ്റും കഴിഞ്ഞു. മാധവ അവളിൽ നിന്നും മുഖം തിരിച്ചത് പറയുമ്പോൾ മയുവിൽ അത് വലിയൊരു ഞെട്ടൽ തന്നെ ഉളവാക്കി. ഇല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യായിരുന്നു. ബട്ട് ഇവിടെ ഞാനും ഹെൽപ്ലെസ് ആണ്. അവൻ്റെ മുഖത്ത് തന്നെ മിഴികൾ ഉറപ്പിച്ച് ശക്തമായ രീതിയിൽ പറയുന്നവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു മാധവ്. തന്നിൽ നിന്നും മുഖം തിരിച്ച് അവൾ അകത്തേക്ക് കയറി പോകുമ്പോൾ അവൻ മെല്ലെ തിരിഞ്ഞു നടന്നു. അവിടെ നിന്ന് മാധവ് ഔട്ട് ഹൗസിലേക്ക് വരുമ്പോൾ അർജുൻ അവനെ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പുറത്ത് നിലമുണ്ടായിരുന്നു. ഈശ്വര, ഈ കാലിൽ എവിടെ ഉണ്ടായിരുന്നു? മനസ്സിലാണത് പറഞ്ഞതെങ്കിലും അർജുന് ചുവന്നു കയറുന്ന മുഖം കാണാണ് തൻ്റെ വോയിസ് അല്പം കൂടിപ്പോയെന്ന് മാധവന് സ്വയം മനസ്സിലാക്കുന്നത്. അവൻ അർജുനെ നോക്കി നൈസായിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് വലിയാൻ നോക്കുമ്പോൾ അർജുൻ അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് തൻ്റെ മുന്നിലായി നിർത്തി. നിനക്കിപ്പോൾ അവിടെ എന്താ പണി? അല്പം രൂക്ഷമായിരുന്നു ആ ചോദ്യം. എടോ, ഞാൻ മനഃപൂർവ്വം പോയതല്ല. ആ ഇളയ കുട്ടിയെ പുറത്ത് കണ്ടപ്പോൾ മാളുവിനെ അന്വേഷിക്കാമെന്ന് കരുതി പോയതാണ്. എന്നിട്ട് കണ്ടു കിട്ടിയോ? ഇല്ല, പകരം മറ്റു ചില കാര്യങ്ങൾ ആ കുട്ടിയെ പറഞ്ഞ് ധരിപ്പിച്ചു. എന്ത്? ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല അർജുനിൽ നിന്ന് ആ ചോദ്യം പറയാൻ. അവളുടെ കഴുത്തിൽ നീ കെട്ടിയ താലിയോട് കൂടുതൽ കമ്മിറ്റ്മെൻ്റ് ഒന്നും കാണിക്കേണ്ടെന്നും നീ മറ്റൊരാളുടെ സ്വന്തമാണെന്നും. ഒരു ഇളിയോട് അവനത് പറയുമ്പോൾ അർജുൻ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അകത്തേക്ക് പോകാനായി തിരിയുമ്പോൾ എല്ലാം കേട്ട് പുറകെ വർഷം നിൽപ്പുണ്ടായിരുന്നു. അവളെ മൈൻഡ് ചെയ്യാതെ അവൻ അകത്തേക്ക് കയറി പോകുമ്പോൾ അവന് പിന്നാലെ മാധവും അകത്തേക്ക് കയറി. എന്നാൽ വർഷയുടെ ഉള്ളിൽ ആരോരും കാണാത്തൊരു നെരിപ്പോടെ ഇരിയുന്നുണ്ടായിരുന്നു. മാളവിക. അവളുടെ പല്ലുകൾക്കിടയിൽ ആ നാമം ചതഞ്ഞരഞ്ഞു. ശ്രീധരൻ വന്ന് വിളിച്ചതിനെ തുടർന്ന് അപ്പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോകാൻ ഇറങ്ങിയതാണ് അജുവും മാധവും വർഷയും. വർഷയ്ക്ക് അവിടേക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും മാളൊന്ന് ലക്ഷ്യം മുന്നിൽ കണ്ടാണ് അവൾ പോകാൻ റെഡിയായത് തന്നെ. എൻ്റെ അജുവിൻ്റെ താലിയും കഴുത്തിലണിഞ്ഞ് നടക്കുന്ന ആ വിവരം കേട്ട പെണ്ണിനെ എനിക്കൊന്ന് കാണണം. അത് മാത്രമല്ല, അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി എൻ്റെ കൈ കൊണ്ട് വലിച്ച് പൊട്ടിക്കണം എനിക്ക്. വർഷ,
പുറത്തു നിന്നുള്ള മാധവന്റെ വിളിയിൽ മിററിന് മുന്നിൽ നിന്ന് വർഷ തന്റെ കണ്ണുകൾ മുറുകെ അടച്ച് തുറന്നുകൊണ്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. സോറി, അല്പം ലേറ്റായി. ഞാൻ റെഡിയായി, പോകാം. പോകാം. ശേഷം അവർ 3 പേരും ഒന്നിച്ച് അപ്പുറത്തെ വീട് ലക്ഷ്യമാക്കി നടന്നു. അല്ല, ആരൊക്കെയാ ഇത്? അകത്തേക്ക് വായോ. ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുകയായിരുന്ന ശ്രീധരൻ അവരെ കണ്ട് എഴുന്നേറ്റ് ഒരു പുഞ്ചിരിയോട് അവരകത്തേക്ക് ക്ഷണിച്ചു. മാധവാണ് മുന്നേ കയറിയത്. അവന്റെ പുറകെ കയറിയ അർജുന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് വർഷയും അവനൊപ്പം അകത്തേക്ക് കയറി. അർജുൻ അവളിൽ നിന്ന് നോക്കിയതല്ലാതെ ഒന്നും തന്നെ പറയാൻ പോയില്ല. സിന്ധു, ദേ അവരെത്തിയിട്ടോ, അകത്തേക്ക് ഇരിക്കാം, വായോ. അയാൾ അവരെയും കൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ പുറത്തെ ശബ്ദം കേട്ട് സിന്ധുവും മയുവും പുറത്തേക്ക് വന്നു. ഞങ്ങളൊരു ബുദ്ധിമുട്ടായില്ലേ? മാധവ് ഒരു തരം വല്ലായ്മയോടാണ് അത് ചോദിച്ചത്. ഛേ, അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ അതിഥികളല്ലേ. അല്ല, ഇത് പരിചയമില്ലാത്ത മുഖം കണ്ട അയാളുടെ സംശയത്തോടെ വർഷയെ ചൂണ്ടി ചോദിക്കുമ്പോൾ മാധവും അർജുനൊന്ന് പരസ്പരം നോക്കി. ഞാൻ വർഷ ആനന്ദ്, അർജുൻ്റെ ഭാവി പതിവാണ്. അവൻ്റെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയുമ്പോൾ മായ അവരെ രണ്ടാളെയും വല്ലായ്മയോടെ മാറി മാറി നോക്കി. ശേഷം അവളുടെ കണ്ണുകൾ മെല്ലെ മുകളിലേക്ക് നീങ്ങി. എന്നാ വായോ മൂന്നാളും, കഴിക്കാനിരിക്കാം. സിന്ധു, നീ ഭക്ഷണം എടുത്തു വെക്ക്. അവരെല്ലാവരും കഴിക്കാനിരുന്നതും മായവും സിന്ധുവും കൂടെ അവർക്ക് ഭക്ഷണമെല്ലാം വിളമ്പി കൊടുത്തു. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും വടയും കോഫിയുമായിരുന്നു സിന്ധു അവർക്കായി ഒരുക്കിയത്. നല്ല രുചിയുള്ള ചൂട് ഭക്ഷണം അവർ മൂന്നാളും ആസ്വദിച്ച് കഴിച്ചു. അതവരുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ കുറച്ചു നേരം ഹാളിലിരുന്നു. ശ്രീധരൻ്റെ ഓരോ കുശല ചോദ്യങ്ങൾക്കൊക്കെ മാധവാണ് മറുപടി പറയുന്നത്. അർജുൻ ഇടയ്ക്കിടയ്ക്ക് അയാളെ നോക്കുമെന്നല്ലാതെ ഒന്നും പറയാൻ പോയില്ല. വർഷ അവനോട് ഒട്ടിയാണ് ഇരിപ്പ്. ഇടയ്ക്കിടയ്ക്ക് അവനോട് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ മറ്റാരോ തിരയിലായിരുന്നു. അതാരാവുന്ന ഊഹമുള്ളത് കൊണ്ട് തന്നെ വർഷക്ക് നന്നേ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വന്ന നേരം മുതൽ അവളും ആ ആളെ കാണാൻ ശ്രമിച്ചുവെങ്കിലും നിരാശയായിരുന്നു ഫലം. അങ്കിൾ, മാളവിക? പെട്ടെന്നുള്ള അർജുൻ്റെ ആ ചോദ്യത്തിൽ അയാളൊരു സംശയത്തോടെ അവനെ നോക്കുമ്പോൾ മൈവിൽ നേരിഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ വർഷയിൽ വല്ലാത്ത കലിയും. അവള് റൂമിലാണ് മോനെ. എന്തേ? എനിക്ക് അവളെ ഒന്ന് കാണണം. ഒരു ഹെൽപ്പ് ചോദിക്കാനായിരുന്നു. അതിനെന്താ, ഞാൻ വിളിക്കാം. അതും പറഞ്ഞ അയാൾ ഇരുന്നേരത്തും എഴുന്നേൽക്കാൻ പോയതും അർജുന അയാൾ തടഞ്ഞു. വേണ്ടെങ്കിൽ റൂം ഏതാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പോയി കണ്ടോളാം. അത് കേട്ട് അയാൾ ഒരു നിമിഷം ആലോചിച്ചു. മുകളിലേക്ക് കയറിയാൽ കാണുന്ന ആദ്യ റൂമാണ് അവളുടേത്. ഓക്കെ അങ്കിൾ, താങ്ക് യു. അത് പറഞ്ഞ് അർജുൻ എഴുന്നേറ്റ് മുകളിലേക്ക് പോകുമ്പോൾ വർഷ ദേഷ്യം കൊണ്ട് വിറച്ചു. തല മുഴുവൻ വെട്ടിപ്പൊളിയുന്ന വേദന തോന്നിയപ്പോഴാണ് മാള് കുളിക്കാൻ കയറിയത്. തണുത്ത വെള്ളം ശരീരത്തിലാകെ പതിഞ്ഞപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നിയവൾക്ക്. കയ്യിൽ കിട്ടിയ ദാമണി ഞെറിഞ്ഞെടുത്തുകൊണ്ട് അവൾ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കയ്യിലിരുന്ന തോർത്തുകൊണ്ട് തലമുടി ചുറ്റിക്കെട്ടി വെച്ച ശേഷം അവൾ മിററിന് മുന്നിലായി വന്നു നിന്നു. ഒരു വേള ആ കണ്ണുകൾ നീണ്ടത് കഴുത്തിലെ മഞ്ഞച്ചരലിലേക്കാണ്. വെള്ളത്തുള്ളികൾ കൊണ്ട് നനഞ്ഞ് കുതിർന്ന് ഒരു നേർത്ത നൂല് പോലെ തന്നെ നെഞ്ചോട് ഒട്ടിക്കിടക്കുകയാണെന്ന്. അവൾ മെല്ലെ ആലിൽ താലിയെടുത്ത് തന്നെ മുഖത്തിന് നേരെ പിടിച്ചു. നിർവികാരമായിരുന്നു അന്നേരം അവളിൽ. എങ്കിലും എന്തിനോ വേണ്ടി ആ കണ്ണുകളൊന്നും നിറഞ്ഞു. മാളവിക! പെട്ടെന്ന് പുറകിൽ നിന്ന് കേട്ട ശബ്ദത്തിൽ ഞെട്ടലോടെ അവളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ട് അവളുടെ മുഖം ആകെ ചുവന്ന് കയറി. എന്നാൽ അവൻ്റെ കണ്ണുകൾ പോയത് അവളുടെ കഴുത്തിൽ പറ്റിക്കിടക്കുന്ന താൻ അണിയിച്ച താലിയിലാണ്. നിങ്ങളോ? താനെന്താ ഇവിടേക്ക് വന്നത്? തനിക്കെന്താ ഈ വീട്ടിൽ കാര്യം? ഇറങ്ങടോ പുറത്ത്. ഒട്ടും ഭയമില്ലാത്ത എന്നാൽ ദേഷ്യം കൊണ്ട് വിറക്കുന്ന അവളുടെ ശബ്ദത്തിന് മുന്നിൽ കൈകെട്ടി അവൾക്ക് മുന്നിലായി നിന്നു അർജുൻ. മിസ്സിസ് മാളവിക, അർജുനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് സംസാരിച്ചിട്ടേ അർജുൻ ഇവിടുന്ന് പോകും. മാളവിക അത് കേൾക്കുകയും ചെയ്യും. ഡോ! അവൻ്റെ ആ പദപ്രയോഗത്തിൽ അടിമുടി വിറച്ചു. നിമിഷ നേരം കൊണ്ട് അവൾ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. എന്നെ എത്രയൊക്കെ ദ്രോഹിച്ചിട്ട് തനിക്ക് മതിയായില്ലേ? ഇനി എന്ത് പ്രസംഗ തനിക്ക് എന്നോട് പറയാനുള്ളത്? പറ്റിപ്പോയതൊക്കെ ഒരു അബദ്ധമാണ്, എന്നോട് ക്ഷമിക്കണം. ഈ താലി അഴിച്ചു മാറ്റണമെന്നല്ലേ എന്നല്ലേ താൻ പറയാൻ വന്നത്? എന്നാൽ താൻ കേട്ടോ, മാളവിക ഈ താലി അടിച്ചു മാറ്റില്ല, മാറ്റില്ല, മാറ്റില്ല. ഡേ, കെട്ടിയത് ഞാനാണെങ്കിൽ അത് അഴിച്ചു മാറ്റാൻ ഈ അർജുന അറിയാം. നിന്റെ സമ്മതം ചോദിച്ചിട്ടല്ല ഞാനിത് കെട്ടിയത്. അതുകൊണ്ട് നിന്റെ സമ്മതം വേണ്ട എനിക്കിത് അഴിക്കാനും. അവൾക്ക് നേരെ ദേഷ്യത്തിൽ മുരണ്ടുകൊണ്ട് അവൻ അവളുടെ താലിയിൽ പിടിച്ച് വലിച്ചതും മാളവൻ്റെ കൈ വലിച്ചുകൊണ്ട് അവനെ പുറകിലേക്ക് ആഞ്ഞു തള്ളി. പെട്ടെന്നുള്ള നീക്കമായതിനാൽ അർജുൻ പുറകിലേക്ക് മറിഞ്ഞു വീണു. വലിയൊരു ചീത്തയോടൊപ്പം അവൻ നിലത്തിന്ന് ചാടി എഴുന്നേറ്റു. ഞാൻ അണിയിച്ച ഈ ലോഹവും കഴുതിലിട്ട്
ചീപ്പ് സെന്റിമെന്റ്സും കാണിച്ച് നടക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീ നടന്നോ. പക്ഷേ ഇത് നിന്റെ കഴുത്തിൽ നിന്ന് എങ്ങനെ അഴിച്ചു മാറ്റണമെന്ന് എനിക്ക് അറിയാം. അർജുൻ അത് ചെയ്തിരിക്കും. നീ കാത്തിരുന്ന് കണ്ടോ അത്. അത്രയും കലിയോടെയുള്ള വാക്കുകളായിരുന്നു അവൻ്റേത്. എന്നാൽ അത് കേൾക്ക് അവളിൽ പിരിഞ്ഞതൊരു പുച്ഛമായിരുന്നു. താൻ എന്തെന്ന് വെച്ചാൽ കാണിക്ക്. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാനും ചെയ്യും. താൻ അതും കണ്ടോ ഇനി. ഓക്കെ, ഐ വിൽ ഷോ യു മാളവിക. ഒരു പുച്ഛത്തോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ മാളവന് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചു. അർജുൻ താഴേക്ക് വരുമ്പോൾ മാധവ മുറ്റത്തിൽ നിന്ന് ശ്രീധരനോട് എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു. തങ്ങളെ കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നവനെയും അവൻ്റെ വലിഞ്ഞു മുറുകിയ മുഖവും കണ്ട് മാധവ് ഒന്ന് സ്റ്റെക്കായി. ഓക്കെ എങ്കിൽ എന്നാൽ ഈവനിങ് കാണാം. അല്പം തിരക്കുണ്ടായിരുന്നു. എന്നാൽ ആയിക്കോട്ടെ മോനെ. അയാൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ മാധവ് വേഗത്തിൽ അർജുനെ പിന്നാലെ വെച്ച് പിടിച്ചു. ഔട്ട് ഹൗസിലെത്തിയ അർജുൻ റൂമിലേക്ക് കയറി വാതിലടക്കും മുന്നേ മാധവ് ഉള്ളിലേക്ക് തള്ളിക്കയറി. വാട്ട് ഹെൽ. മാധവന് നേരെ അതൊരു അലർച്ചയായിരുന്നു. എന്നാൽ അവനിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എന്താണ് ഉണ്ടായത്? പോയപ്പോൾ നിന്റെ ബാമല്ലല്ലോ തിരിച്ചു വന്നപ്പോൾ. ഞാൻ അവിടെ സന്ധി സംഭാഷണത്തിന് പോയതല്ല, അവളിന്ന് ആ താലി അടിച്ചു വാങ്ങാനാ. ദേഷ്യത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ മാധവിലൊരു ഞെട്ടിലാണ് തീർത്തത്. എന്നാൽ പിന്നെ അതൊരു പുഞ്ചിരിയിലേക്ക് വഴിമാറി. എന്നിട്ട് എന്തായി? അവൾ ആ താലി അടിച്ചു തന്നോ? അത് ചോദിക്കുമ്പോഴുള്ള മാധവിൻ്റെ മുഖത്തെ ചിരി കണ്ട അർജുൻ്റെ ഉള്ളിൽ കലി കൂടുകയാണ് ചെയ്തത്. അവൾക്ക് അറിയില്ല എന്നെ. ഉള്ളിൽ ഞാൻ അറിയാത്തൊരു സോഫ്റ്റ് കോണാണ് എനിക്ക് അവളോട് തോന്നിപ്പോകുന്നു. ഇല്ലായിരുന്നെങ്കിൽ. ഏത് സോഫ്റ്റ് കോണല്ല അർജുൻ, ഇൻഫാച്വേഷനാണ്. വാട്ട്? ഉള്ളിൽ തോന്നിയതാണെങ്കിലും മാധവിൽ നിന്ന് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഞെട്ടിലായിരുന്നവന്. യെസ് മാൻ, യൂത്ത് സ്റ്റാർ അർജുൻ വസിഷ്ഠയ്ക്ക് ആദ്യമായ ഒരു പെൺകുട്ടിയോട് തോന്നുന്ന അതിരുകവിഞ്ഞ ഇഷ്ടം. അതൊരു ക്രഷാവാം, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇൻഫാച്വേഷൻ ആകാം. അതുമല്ലെങ്കിൽ. അത്രയും പറഞ്ഞവനൊരു കള്ളച്ചിരി ചിരിക്കുമ്പോൾ അർജുൻ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ബെഡിൽ പോയിരുന്നു. അർജുൻ പെട്ടെന്ന് വർഷ അകത്തേക്ക് കയറി വരുമ്പോൾ അവർ രണ്ടാളുടെ ശ്രദ്ധ ഒരു വേള അവൾക്ക് നേരെയായി. എന്താ വർഷ? അവളുടെ മുഖത്ത് വെപ്രാളം കണ്ട് മാധവ് ഒരു സംശയത്തോടെ ചോദിച്ചു. നിങ്ങൾ ഫോൺ നോക്കിയില്ലേ? ഫോണോ? എന്തിന്? അത് പിന്നെ. അവൾ എന്തു പറയുന്ന അറിയാതെ പറഞ്ഞു. വർഷ, ഇങ്ങനെ മനുഷ്യനെ ടെൻഷനാക്കാത്ത കാര്യം പറയേ. അർജുൻ ക്ഷമ നശിച്ചതുപോലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു. അതിന് മറുപടി പറയാതെ വർഷ തൻ്റെ കയ്യിലിരുന്ന് അവളുടെ ഫോൺ അവർക്ക് നേരെ നീട്ടുമ്പോൾ അർജുൻ അവളുടെ കയ്യിൽ നിന്നും ഒരു സംശയത്തോടെ അത് വാങ്ങി നോക്കി. ഒരു വേള സ്ക്രീനിലേക്ക് നോക്കി അവനൊന്ന് ഞെട്ടി. ഒരു ലൈവ് വീഡിയോ ആയിരുന്നത്. കുറച്ച് മുന്നേ ഉണ്ടായ അർജുൻ മാളവിക റൂം വീഡിയോ. യൂത്ത് സ്റ്റാർ അർജുൻ വസിഷ്ഠയുടെ രഹസ്യബന്ധം പുറത്തു എന്ന തലക്കെട്ടിനൊപ്പം അവിടെ നടന്ന മുഴുവൻ വീഡിയോയും ഉണ്ടായിരുന്നതിൽ. അതിലേക്ക് നോക്കുന്തോറും തന്നിലുളവാകുന്ന വികാരങ്ങളൊന്നും തന്നെ കൊണ്ട് തടഞ്ഞു നിർത്താൻ കഴിയില്ലെന്ന് തോന്നി അർജുന്. കലിയോടവൻ ആ ഫോൺ നിലത്തേക്ക് എറിഞ്ഞുടക്കുമ്പോൾ കാഴ്ചക്കാരായി നിന്ന മാധവും വർഷയൊന്ന് ഞെട്ടി. പിന്നെ ഇവിടെ അരങ്ങേറിയത് അർജുൻ്റെ മറ്റൊരു ഭാവമായിരുന്നു. കണ്ണിൽ കണ്ടതെല്ലാം അവൻ എറിഞ്ഞുടക്കുമ്പോൾ അവനെ തടയാൻ കഴിയാതെ ഭയത്തോടെ നിന്നു വർഷയെങ്കിൽ മാധവ് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. അർജുൻ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ഇങ്ങനെ വയലൻ്റ് ആകാതെ. ഞാനിപ്പോൾ തന്നെ ആ ന്യൂസ് സ്റ്റോപ്പ് ചെയ്യാനുള്ള എല്ലാ നടപടികളും ചെയ്തേക്കാം. പ്ലീസ്, ആദ്യം നീ ഒന്ന് കൂളാക്. ഇനി സ്റ്റോപ്പ് ചെയ്തിട്ട് എന്താ പ്രയോജനം? ഇതിനോടൊക്കെ എത്രയോ പേര് ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. എത്രയോ പേര് സോഷ്യൽ മീഡിയയിൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഇനിയുള്ള എൻ്റെ കരിയറിൽ പോലും ഇത് ബാധിക്കില്ലേ? ഇതിനെല്ലാത്തിനും കാരണം അവളോ, ഓ മാളവിക. എന്തോ ഒരു ഓർമ്മയില്ലാതെ പറയുമ്പോൾ മാധവ് സംശയത്തോടെ അവനെ ഉറ്റുനോക്കി. താൻ എന്താന്ന് വെച്ചാൽ കാണിക്ക്. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാനും ചെയ്യും. താൻ അതും കണ്ടോ ഇനി. അവളുടെ ആ വാക്കുകളുള്ളിലേക്ക് വീണ്ടും വീണ്ടും മിഴിവോടെ തെളിയുമ്പോൾ അർജുൻ്റെ കണ്ണുകളിൽ ചുവപ്പുരാശി തെളിഞ്ഞു. തൻ്റെ ഫോണും കയ്യിൽ പിടിച്ച് ഞെട്ടിലോടെ നിൽക്കുന്ന തൻ്റെ ചേച്ചിയുടെ തോളിൽ കൈയമർത്തി മൈ വിളിക്കുമ്പോൾ അതേ ഞെട്ടിലോടെ മാള് മുഖം വീഴ്ത്തി അവളെ നോക്കി. മയു കൈ ഉയർത്തി അവളുടേതായ രീതിയിൽ ചോദിക്കുമ്പോൾ മാള് തൻ്റെ ഉള്ളറകളിൽ എന്തോ തിരയുകയായിരുന്നു. ഞാൻ അണിയിച്ച ഈ ലോഹവും കഴുത്തിലിടെ ചീപ്പ് സെന്റിമെന്റ്സും കാണിച്ച് നടക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിലും നീ നടന്നോ? പക്ഷേ ഇത് നിന്റെ കഴുത്തിൽ നിന്ന് എങ്ങനെ അടിച്ചു മാറ്റുമെന്ന് എനിക്കറിയാം. അർജുൻ അത് ചെയ്തിരിക്കും. നീ കാത്തിരുന്ന് കണ്ടോ അത്? കർണപടങ്ങളിൽ ആ വാക്കുകൾ വീണ്ടും വീണ്ടും തുളഞ്ഞു കയറുമ്പോൾ മാള് തന്നെ കണ്ണുകൾ അമർത്തി അടച്ചു.